11 മണിക്ക് നാഷണൽ ആന്തം. എവിടേക്കറിയാമോ? പത്രത്തിൽ കൊടുക്കാൻ പോയതാ. 11 മണിക്ക് നാഷണൽ ആന്തം. നാഷണൽ ആന്തം എന്താണെന്ന് ആരും ചോദിക്കരുത്. 11 എന്തായിരുന്ന ലൈറ്റ് ആൻഡ് സൗണ്ടോ? 11 ലൈറ്റിംഗ് ഓഫ് ലാമ്പ് ആൻഡ് സ്കൗട്ട് ഗൈഡ് പ്രയർ. നന്നായിട്ട് അറിയായിരുന്നു. വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഇവിടുത്തെ മാതൃഭാഷയില് നോട്ടീസ് അച്ചടിക്കണം, കാര്യപരിപാടികളൊക്കെ അച്ചടിക്കണം എന്ന് ആർക്കും അറിയാത്തെ. അണ്ണാ ഈ പ്രശ്നം തീർത്തു കഴിയുമ്പം അടിയന്തരമായിട്ട് ആ പ്രശ്നം കൂടെ പരിഹരിക്കണം കേട്ടോ. ആളെ കളിയാക്കാൻ ഇംഗ്ലീഷിൽ അച്ചടിച്ച് വെച്ചിരിക്കുന്ന ബാക്കി എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ, വായിക്കാറില്ലല്ലോ. 11:20 പിന്നെ 11:20 പ്രസന്റേഷൻ ഓഫ് അവാർഡ്. ഇങ്ങനെയാണ് പ്രോഗ്രാം നിശ്ചയിച്ചിരിക്കുന്നത്. മതി, ബാക്കി വായിക്കണ്ട, പാടായിരിക്കും അല്ലേ? ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ എന്നാ സംഭവിച്ചെന്നാ? ഞാൻ അവിടെ അക്ഷരം പഠിപ്പിച്ചേ, അക്ഷരം അറിയില്ല, നാക്കും പഠിക്കില്ല. ഞാനവിടെ ചെല്ലുന്ന കയറുന്ന അവസരത്തിൽ ഭാരതാംബയുടെ ചിത്രം അവിടെ വെച്ചിട്ടുണ്ട് സ്റ്റേജിൽ. അതെന്തൊരു കടുങ്കയായിരുന്നു! ഭാരതാംബയുടെ ചിത്രം കുട്ടികൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ. ഇതൊരു നീചനാണ്. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ഇത്രയും വലിയ ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റ് അത് അണ്ണനെ പോലുള്ള ആളുകളുടെ മുന്നിൽ വെച്ച് ചെയ്യാൻ ഗവർണർക്ക് എങ്ങനെ ധൈര്യം വന്നെണ്ണ? ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ചിത്രത്തിന്റെ മുന്നിൽ വിളക്ക് കത്തിക്കുന്നത് തന്നെ ശരിയല്ല. ഇതൊരു ഔദ്യോഗിക പ്രോഗ്രാമാണ്. അതെ, ഒരു ഔദ്യോഗിക പ്രോഗ്രാമിന് വിളക്ക് കൊളുത്താമോ എന്നാണ് ഞാൻ കുറച്ചു മുമ്പും ചോദിച്ചത്. അച്ഛന്റെ അകന്ന ബന്ധുവാണെങ്കിലും ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. ഞാനിതിൽ ശക്തമായി പ്രതിഷേധിക്കുകയാണ്. പ്രതിഷേധിക്കണം. എനിക്ക് മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇന്ത്യ എന്റെ രാജ്യമാണ്. ഇന്ത്യ അണ്ണന്റെ രാജ്യമാണ്. ആ ഒരു കാര്യം കൂടെ അണ്ണന് പ്രത്യേകം സൂചിപ്പിക്കാനുണ്ട്. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ?